2021 തെരഞ്ഞെടുപ്പിനായി ജി സുധാകരൻ പിരിച്ച തുകയുടെ കണക്ക് പുറത്തുവിടണമെന്ന് CPIM നേതാവ് H. സലാം. പണം പിരിക്കാൻ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ല. സുധാകരൻ നൽകിയ കണക്കിൽ വ്യക്തതയില്ലെന്നും H. സലാം. അദ്ദേഹം പണം പിരിച്ചു എന്ന കാര്യം ജി സുധാകരൻ കഴിഞ്ഞ ദിവസം അംഗീകരിച്ചു. പറഞ്ഞ കണക്കെല്ലാം വ്യത്യസ്തമാണ്. കൃത്യമായ കണക്കൊന്നും പറഞ്ഞിട്ടില്ല. അന്നത്തെ ഇലക്ഷൻ കമ്മിറ്റിക്ക് നൽകിയ പണം 7.5 ലക്ഷം രൂപയാണ് ആകെ. അന്ന് ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹം പിരിക്കേണ്ട കാര്യമില്ല. കാര്യം സ്ഥാനാർത്ഥിയല്ല, ഇലക്ഷൻ സെക്രട്ടറിയോ പാർട്ടിയുടെ ഏതെങ്കിലും സെക്രട്ടറി സ്ഥാനം വഹിക്കുന്ന ആളല്ല. പിരിക്കാൻ പാടില്ലാത്ത ഒരാൾ പിരിച്ചു. പിരിച്ച പൈസ സ്വാഭാവികമായിട്ട് അതിനുവേണ്ടി നൽകുക എന്ന ഉത്തരവാദിത്വം ചെയ്തിട്ടില്ല. അദ്ദേഹം കള്ളക്കണക്ക് പറയും. ഞങ്ങളൊന്നും അദ്ദേഹത്തെ ആക്ഷേപിക്കാൻ ഇറങ്ങുന്നില്ല. അദ്ദേഹം പിരിച്ച പൈസ നാട്ടിൽ പറയൂ, ജനങ്ങൾ കേൾക്കട്ടെ. അദ്ദേഹം അഴിമതി വിരുദ്ധത മുഖമൊക്കെ അടിഞ്ഞ് ഇങ്ങനെ പോകുന്ന ഒരാളാണല്ലോ. പൊളിറ്റിക്കൽ ക്രിമിനൽ പരാമർശത്തിൽ സുധാകരനെതിരെ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും H. സലാം. രാഷ്ട്രീയ ക്രിമിനലുകൾ എന്ന പരാമർശം എന്തെന്ന് വ്യക്തമല്ല. സുധാകരൻ കോടതിയിൽ വിശദീകരിക്കട്ടെ എന്നും H. സലാം പറഞ്ഞു. അമൽ സുരേന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. അമൽ, എന്തായാലും അമ്പലപ്പുഴയിൽ H. സലാം വേഴ്സസ് സുധാകരൻ പോര് ഇത്തരത്തിൽ കടുക്കുന്നു എന്നുള്ളതാണ്. പഴയ കണക്കുകളുടെ കാര്യം വരെ H. സലാം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ജി സുധാകരന്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി അനിവാര്യവുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇരുവരുടെയും പോര് അവിടെ കടുക്കുന്നത്? സ്വാതി, ഈ H. സലാം ജി സുധാകരൻ പോര് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, 2021 തൊട്ട് തുടങ്ങിയതാണ് എന്നറിയാം. ഏതായാലും അപ്പോൾ മുതലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഉന്നയിക്കുകയാണ് H. സലാം. പാർട്ടി വിട്ട ജി സുധാകരനെ പ്രതിരോധത്തിലാക്കുവാനുള്ള ശ്രമം കഴിഞ്ഞ തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ CPIMന്റെയും H. സലാമിന്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏതായാലും ജി സുധാകരൻ ഈ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നേതാക്കളെ, അതായത് H. സലാം ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പൊളിറ്റിക്കൽ ക്രിമിനലുകളെന്ന് സ്ഥിരം അധിക്ഷേപിക്കുന്നത് പതിവാക്കിയ ഒരു സാഹചര്യത്തിലാണ് നിയമപരമായി തന്നെ അദ്ദേഹത്തെ നേരിടാനുള്ള ഒരു ശ്രമം നടത്തുന്നത്. ഇന്നലെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ആലപ്പുഴ നഗരസഭയിലെ കൗൺസിൽ LDFന്റെ കക്ഷി നേതാവായിട്ടുള്ള VG വിഷ്ണു ഇത്തരത്തിൽ ജി സുധാകരന് ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ VG വിഷ്ണുവിന്റെ വക്കീൽ നോട്ടീസിന് പിന്നാലെ ഇത്തരത്തിൽ അധിക്ഷേപം നേരിട്ട എല്ലാ നേതാക്കന്മാരും ജി സുധാകരനെ കോടതിയിൽ എത്തിക്കണം, നിയമപരമായി തന്നെ നേരിടണം, കോടതിയിൽ സമാധാനം പറയിപ്പിക്കണം എന്ന ഒരു പാർട്ടി നിർദ്ദേശത്തിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു തീരുമാനത്തിന്റെ ഭാഗമായി മുന്നോട്ട് പോകുന്നു എന്നാണ് ഇപ്പോൾ H. സലാമിന്റെ ഈ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 H. സലാം ആദ്യമായി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുമ്പോൾ ജി സുധാകരന് പാർട്ടി ഔദ്യോഗികമായി ഒരു സ്ഥാനവും നൽകിയിരുന്നില്ല. അതായത് തിരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ടുള്ള ഇലക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായിട്ടുള്ള യാതൊരു സ്ഥാനവുമില്ല. എന്നിട്ടും ഫണ്ട് പിരിക്കാൻ പാർട്ടി നിർദ്ദേശം ഇല്ലാതിരുന്നിട്ട് കൂടി ജി സുധാകരൻ പലരിൽ നിന്നായി പണം പറ്റിയതായി പാർട്ടിക്ക് അറിയാം. ഇതിന്റെ ഭാഗമായി 7.5 ലക്ഷം രൂപ മാത്രമാണ് പാർട്ടിക്ക് ജി സുധാകരൻ നൽകിയിട്ടുള്ളൂ. അത്ര മാത്രമല്ല, അതിലും ഒരുപാടേറെ ജി സുധാകരൻ പണം പിരിച്ചുവെന്നാണ് H. സലാമിന്റെ ആരോപണം വരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജി സുധാകരൻ പറഞ്ഞത് പ്രകാരമാണ് എങ്കിൽ 17 ലക്ഷം രൂപ താൻ പിരിച്ച് പാർട്ടിക്ക് നൽകിയിരുന്നതാണ്. പക്ഷെ പാർട്ടി, അതായത് അമ്പലപ്പുഴ ഏരിയ കമ്മിറ്റി അത് രേഖപ്പെടുത്തിയിരുന്നത് വെറും 7.5 ലക്ഷം രൂപ എന്ന് മാത്രമായിരുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ രേഖപ്പെടുത്തിയിരുന്നത് എന്ന കാര്യമെല്ലാം ജി സുധാകരൻ ചോദിച്ചിരുന്നു എന്നാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നത്. പക്ഷേ അത്തരം കണക്കുകളൊക്കെ വ്യാജമാണെന്നാണ് H. സലാം പറയുന്നത്. കണക്കുകളിൽ പൊരുത്തക്കേടുണ്ട്. ഈ പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്താണെന്ന് ജി സുധാകരൻ തന്നെ വ്യക്തമാക്കട്ടെ എന്നാണ്, അത് കോടതിയിൽ വ്യക്തമാക്കട്ടെ എന്നാണ് H. സലാം പറയുന്നത്. അങ്ങനെ കോടതിയിൽ എത്തുമ്പോൾ ഒരു പക്ഷേ ഇത് ഓണാട്ടുകര ഭാഷയായിരിക്കാം, ആ ഒരു ഭാഷാ ശൈലി ആയിരിക്കാം ഇത് എന്നൊക്കെ ഒരു പക്ഷേ ജി സുധാകരൻ പറഞ്ഞ് തടി തപ്പിയേക്കാമെന്നും അദ്ദേഹം പറയുന്നു. ഏതായാലും കമ്മ്യൂണിസ്റ്റുകാർ എപ്പോഴും പോരാട്ടം നയിക്കുന്നത് പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന ഒരു പദവി ലഭിക്കുക അല്ലെങ്കിൽ അങ്ങനെ ഒരു പേരിൽ ലഭിക്കുന്ന സാഹചര്യം മുൻപും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ജി സുധാകരൻ എന്തായാലും ജി സുധാകരൻ H. സലാം പോര് കൂടുതൽ കടുക്കുന്നു. കൂടുതൽ ആരോപണങ്ങൾ H. സലാം സുധാകരനെതിരെ ഉന്നയിക്കുകയും സുധാകരനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നു. ആ വിവരങ്ങളാണ് അമൽ നൽകിയത്.